വീണ്ടും വിഴിഞ്ഞത്ത കഞ്ചാവും MDMA-യുമായി യുവാക്കൾ പിടിയിൽ. റെന്റേ കാർ വഴി കഞ്ചാവും മാരക ലഹരികളും കടത്തുകയായിരുന്നു ഇവർ. കാസർഗോഡ് സ്വദേശി ജിഷ്ണു, മലപ്പുറം സ്വദേശി സഹലുൾ റഹ്മാൻ എന്നിവരാണ് പിടിയിലായത്. അരുൺ സോളമൻ വിവരങ്ങൾ നൽകാനുണ്ട്. അരുൺ, എത്രത്തോളം ലഹരി ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്? എപ്പോഴാണ് ഈ സംഭവം? ഇവരത് എങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു? ഷിഖാസ്, ഇത് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം സ്വദേശികളാണ് ഇന്നിപ്പോൾ വിഴിഞ്ഞ മുക്കോല ഭാഗത്തു നിന്നും നേറ്റിങ്ങര എക്സൈസ് സംഘമാണ് പരിശോധന നടത്തി വന്നിരുന്നത്. ഇവരെ അവിടെ വെച്ചാണ് റെന്റേ കാറിൽ പരിശോധന നടത്തുമ്പോഴാണ് ഇവരിൽ നിന്നും MDMA-യും കഞ്ചാവും പിടിച്ചെടുത്തത്. 56 ഗ്രാം MDMA ആണ് ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്തത്. 2.6 കിലോഗ്രാം കഞ്ചാവും പിടികൂടിയിരിക്കുകയാണ്. ഇവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ കോവളം ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരി വിൽപ്പന നടത്തുന്നവരാണെന്ന് നേരത്തെ തന്നെ നേറ്റിങ്ങര എക്സൈസ് വിഭാഗത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പിടികൂടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വിഴിഞ്ഞ മുക്കോല ഭാഗത്ത് പരിശോധന നടത്തി വന്നിരുന്നത്. ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് ഈ പ്രതികളെ പിടികൂടാനായിട്ട് സാധിച്ചത്. ഇതിൽ കാസർഗോഡ് സ്വദേശി ജിഷ്ണു, അതുപോലെ തന്നെ മലപ്പുറം സ്വദേശിയായിട്ടുള്ള സഹലുൾ റഹ്മാൻ, ഈ രണ്ടുപേരും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണോ ഈ ലഹരി കൊണ്ടുവരുന്നതെന്ന് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ റെന്റേ കാറിൽ നിന്നും ബാഗിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു ഇവരുടെ പക്കൽ നിന്ന് ലഹരി കണ്ടെടുത്തത്. കോവളം, അതുപോലെ തന്നെ പൂവാർ, ഈ മേഖല കേന്ദ്രീകരിച്ചാണ് ഇവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ലഹരി വിൽപ്പന നടത്തി വന്നിരുന്നത്. ഇവർക്ക് ആരാണ് ഇത് സപ്ലൈ ചെയ്യുന്നത് അടക്കമുള്ള വിവരങ്ങൾ ഇനി എക്സൈസ് സംഘത്തിന് അന്വേഷിച്ച് അറിയേണ്ടതുണ്ട്. ഇവരുടെ പക്കൽ നിന്ന് മൊബൈൽ ഫോൺ അടക്കമുള്ള അടക്കം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഡിജിറ്റൽ തെളിവുകൾ അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇതെല്ലാം ശേഖരിച്ചതിന് ശേഷമായിരിക്കും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് നിലവിൽ എക്സൈസ് സംഘം അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇവർ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണോ മറ്റേതെങ്കിലും സംഘവുമായിട്ട് ഇവർക്ക് അന്തർദേശീയ തലത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഇവർ ലഹരി വിൽപ്പന നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് അന്താരാഷ്ട്ര ബന്ധങ്ങളുമായി ഇവർക്ക് ആരെങ്കിലും ലഹരി കൊടുക്കുന്നതാണോ എന്നടക്കമുള്ള വിശദമായിട്ടുള്ള ഒരു പരിശോധന എന്തായാലും വേണമെന്നാണ് പോലീസും എക്സൈസ് നൽകിയത്.